കേന്ദ്ര ബജറ്റിനെ ആമമുട്ട ബജറ്റ് എന്ന് പരിഹസിച്ച NK അക്ബർ MLA അടക്കം വേദിയിലിരുത്തി സുരേഷ് ഗോപിയുടെ മറുപടി വൈറലായി. തൃശൂരിൽ എടക്കഴിയൂർ മത്സ്യഗ്രാമ പദ്ധതി ഘടകങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം, സീഫുഡ് കഫറ്റേരിയ ഫുഡ് ട്രക്ക് വിതരണവും നിർവഹിക്കുമ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. യഥാർത്ഥ കടൽ കർഷകനറിയാം ടേർട്ടിൽ ട്രെയിൽസ് അല്ലെങ്കിൽ ആമയാനം ഇതിന്റെ മഹത്വം എവിടെയാണ് വന്ന് ഭവിക്കുന്നത്. മത്സ്യം വാങ്ങുന്നവന്റെ ജീവിതത്തിൽ ഒരു ബഡ്ജറ്റ് ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നതിന് ഒരു കുടുംബത്തിന്റെ അടുക്കള, അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളായ ഹോട്ടലുകളുടെ അടുക്കള, അവിടെയൊക്കെ ഒരുപക്ഷെ പോസിറ്റീവായിട്ട് വളരെ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് കടലിനെ ഒരുക്കുന്ന പ്രക്രിയയിൽ ആമയുടെ മൂല്യം എത്രയാണ്, എന്താണ്, എന്ത് വലിപ്പമാണ് അതിനുള്ളതെന്ന് യഥാർത്ഥ കടൽ കർഷകനറിയാം. അവനൊരിക്കലും അത് പുച്ഛം കാണില്ല. കാരണം അവന്റെ വലയ്ക്കും അവന്റെ മത്സ്യബന്ധന രീതിക്കും ഇത് വളരെ വളരെ അനിവാര്യതയാണെന്നുള്ളത് കടൽ കർഷക സഹോദരങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഒന്നും ശാപം നിങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കരുത്. മാധ്യമങ്ങളടക്കം പദ്ധതിയെ പരിഹസിച്ചു. കടൽ കൃഷി നടത്തുന്നവർക്ക് ആമയുടെ സവിശേഷത അറിയാം. മത്സ്യസമ്പത്തിന് അത് എത്രമാത്രം ഗുണകരമാണെന്ന് അവർക്കറിയാം. പദ്ധതിയെ പരിഹസിച്ച് അവരുടെ ശാപം വാങ്ങരുതെന്നും സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചു. ഗുജറാത്തിൽ പരീക്ഷിച്ച് വിജയിച്ചതാണിത്. അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതായി മാറിയത് ഇതുകൊണ്ടാണ്. കേരളത്തിനും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു. എടക്കഴിയൂർ മത്സ്യഗ്രാമത്തിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ, അനുബന്ധ ഘടകങ്ങളായ നെറ്റ് മെന്ററിംഗ് യാർഡ്, ടോയ്ലറ്റ് ബ്ലോക്ക്, OBM റിപ്പയർ സെന്റർ എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനവും മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി സീഫുഡ് കഫറ്റേരിയ ഫുഡ് ട്രക്ക് വിതരണവും സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ 3477 മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട റൂറൽ ഗ്രാമങ്ങളെയാണ് സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമങ്ങളായി നവീകരിക്കുന്നതെന്നും അതിൽ 9 ഗ്രാമങ്ങൾ കേരളത്തിലാണെന്നത് അഭിമാനകരമാണെന്നും മന്ത്രി പറഞ്ഞു. എടക്കഴിയൂർ മത്സ്യഗ്രാമ വികസനത്തിനായി 6.91 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്.